ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പൈനാപ്പിൾ ജാം ഉണ്ടാക്കിയാലോ. അപ്പം നമ്മുടെ അമ്മയാണ് അത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിയിലേക്ക് ചെറുതാക്കി പൈനാപ്പിൾ അരിഞ്ഞിട്ട് അരച്ച് നല്ല വൃത്തിയായിട്ട് അരച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പം 3 ഗ്ലാസ് പൾപ്പാണ് നമുക്ക് പൈനാപ്പിളിൻ്റെ കിട്ടിയിട്ടുള്ളത്. അപ്പം 3 ഗ്ലാസ് അളന്ന് അത് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിക്കുന്നു. പിന്നീട് അത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കാനായിട്ട് നമ്മൾ അടുപ്പത്ത് വയ്ക്കും. അതിലേക്ക് 3 ഗ്ലാസ് പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ കറുവപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഒഴിക്കാനായിട്ട് കുറച്ച് നാരങ്ങ നീര് നമ്മൾ എടുത്ത് വെക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കട്ട പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം അത് നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിൻ്റെ കളർ ചേഞ്ചായി വരുന്നതിന് ശേഷമാണ് കേട്ടോ ഈ നാരങ്ങ നീര് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ കറുവപ്പട്ട എടുത്ത് മാറ്റാവുന്നതാണ്. ആ ഒരു തിക്നെസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നല്ല ആ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്ക് ജാമ് വരാനായിട്ട്. അപ്പോൾ നമ്മുടെ ഒരു ഗ്ലാസ് ബോട്ടിലായിരുന്നെങ്കിൽ വളരെ നന്നായിരിക്കും ഒഴിച്ചു വെക്കാനൊക്കെ ആയിട്ട്. ഇപ്പോൾ നമ്മളൊരു ഗ്ലാസ് ബോട്ടിലേക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ വലിയ മായങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പം നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വീട്ടിലെ ബ്രെഡിൻ്റെ കൂടെ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുമ്പോഴൊക്കെ ഇതുപോലെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. വേറെ ലെയർ ബ്രെഡും കൂടെ വെച്ച് നമ്മൾ കഴിച്ച് നോക്കാൻ പോവുകയാണേ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണേ. അപ്പം നിങ്ങളുടെ വീട്ടിലും അങ്ങനെ പൈനാപ്പിൾ ചക്ക കിട്ടുവാണെങ്കിൽ നിങ്ങളിത് ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.